വെടിയൊച്ചയില്ലാത്ത പുതുപുലരിയുടെ ആഹ്ലാദാരവങ്ങളിലേക്ക് ഗസക്കാർ ചുവടുവെക്കുമ്പോൾ ആ തെരുവുകളിൽ നിറസാന്നിധ്യമായി അവരുണ്ടായിരുന്നു. തീവ്രവാദികളെന്ന് അടച്ചാക്ഷേപിച്ച് മുച്ചൂടും നശിപ്പിക്കാൻ ലോകമേലാളന്മാർ ഇറങ്ങിപ്പുറപ്പെട്ട ഹമാസ് പോരാളികൾ. ഇവരെവിടെയായിരുന്നു എന്നാണ് ഇപ്പോൾ ലോകം അതിശയപ്പെടുന്നത്. ഒരു തരിമണ്ണ് പോലും അരിച്ചു പെറുക്കാൻ ബാക്കി വെച്ചിട്ടില്ല ഇസ്രായേൽ ഗസയിൽ. ഹമാസിനെ തകർക്കാനെന്നു പറഞ്ഞാണ് അവർ ആ നാടിനെ തകർത്തു തരിപ്പണമാക്കിയത്. അവിടുത്തെ ജനതയെ തെരുവിലേക്ക് ഇറക്കി വിട്ടത്. പിന്നെ ആ തെരുവ് പോലും അവർക്കില്ലാതെയാക്കിയത്. 1,00,000 മനുഷ്യരെ കൊന്നൊടുക്കിയത്. ലക്ഷത്തിലേറെ മനുഷ്യരെ മരണതുല്യരാക്കിയത്. പിന്നെ ഏത് ഹമാസിനെ ഇല്ലാതാക്കിയ കാര്യമാണ് നെതന്യാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നു ഇവരെന്ന് സോഷ്യൽ മീഡിയ അതിശയം കൂറുന്നു. എവിടെ നിന്നാണാവോ ഒരു പോറല് പോലും ഏൽക്കാത്ത പൂർണ്ണ ആരോഗ്യവന്മാരായ ഈ ബന്ധികളെ ഇവർ ഇറക്കിക്കൊണ്ടുവരുന്നത് എന്നൊരു അതിശയ ചോദ്യം കൂടി ചേർത്ത് വെക്കുന്നു സോഷ്യൽ മീഡിയ. യുദ്ധമുഖത്ത് കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന സാധു മനുഷ്യരെ ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയവരാണ് വിജയികളെങ്കിൽ സമ്മതിക്കാം, വിജയം ഇസ്രായേൽ ഭീകരസേനയുടേത് തന്നെ എന്ന്. അതല്ല, അത്യാധുനിക ആയുധശേഖരത്തിന് മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടി കീഴടങ്ങാതെ എതിരാളികൾക്ക് കനത്ത സൈനികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും കനത്ത നഷ്ടങ്ങൾ വരുത്തി ഒടുവിൽ തങ്ങളുടെ നിബന്ധനകൾക്ക് മുൻപിൽ കീഴ്പ്പെടേണ്ടി വരുന്നിടം വരെ എത്തിക്കാനായതാണ് വിജയമെങ്കിൽ, ഇതാ ഇവിടെ ഫലസ്തീനികളും ഗസയും വിജയിച്ചിരിക്കുന്നു. ഹമാസ് വിജയിച്ചിരിക്കുന്നു. അൽ-ഖസം ബ്രിഗേഡ് വിജയിച്ചിരിക്കുന്നു. കിലോമീറ്ററുകൾ മാത്രം വിസ്തീർണമുള്ള ഒരു ചെറുപ്രദേശത്ത് 1.5 വർഷത്തോളം ബോംബ് വർഷം നടത്തിയിട്ടും എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടും നഷ്ടക്കണക്കുകൾ മാത്രമാണ് സയനിസ്റ്റുകൾക്ക് ബാക്കിയാകുന്നത്. പ്രഖ്യാപിത ലക്ഷ്യങ്ങളായി പറഞ്ഞ ബന്ധിമോചനമോ ഹമാസിനെ ഇല്ലാതാക്കലോ അസാധ്യമാണെന്ന് ഹമാസും ഫലസ്തീനും അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. കുറെ നിരപരാധികളെ കൊന്നു. കൊല്ലാൻ പോയ നിരവധി എണ്ണം കൊല്ലപ്പെട്ടു. ലോകത്തിലെ വൻ ശക്തികൾ കൂട്ടിനുണ്ടായിട്ടും ബന്ധികളെ മോചിപ്പിക്കാൻ, മാനം കാക്കാൻ വെടിനിർത്തൽ നടപ്പിലാക്കേണ്ടി വന്ന് പിൻവാങ്ങേണ്ടി വന്നു ഇസ്രയേലിന്. ഫലസ്തീൻ തടവുകാരെ ഒടുവിൽ മോചിപ്പിക്കേണ്ടിയും വന്നു. അതെ, ആഘോഷം ഫലസ്തീനുള്ളതാണ്. അഭിമാനം ഗസൻ തെരുവുകളിൽ അഭയം തേടി അലയേണ്ടി വന്ന മനുഷ്യർക്കുള്ളതാണ്. അഭിവാദ്യം രക്തസാക്ഷിത്വം കൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ചവർക്കുള്ളതാണ്. ചെറുത്തുനിൽപ്പിന്റെ ചുടുചോരയിലിരുന്ന് നീതിയും ന്യായവും തങ്ങളാണെന്ന് ലോകത്തെ സമ്മതിപ്പിച്ചു അവർ. പോരാട്ടത്തിന്റെ പുതിയ പാഠങ്ങൾ ചരിത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു ഗസ. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.